സണ്ണിക്കുട്ടി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുനമ്പം വിഷയത്തിൽ എടുത്തടിച്ച പോലെ അത് വഖഫ് ഭൂമിയല്ല എന്ന വി.ഡി. സതീശൻ പറഞ്ഞ ലീഗിനെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ലീഗ് അക്കാര്യത്തിൽ ഒന്നും പറയാതെ അവിടെ താമസിക്കുന്നവരെ പുറത്തേക്ക് മാറ്റരുത്, അവരുടെ താമസ സ്ഥലം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ബ്ലണ്ടായി പറഞ്ഞു കളഞ്ഞു വി.ഡി. സതീശൻ. അത് ലീഗിനെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതൊരു പ്രധാന വിഷയമാണ് എന്ന് തന്നെ ലീഗ് കരുതുന്നുണ്ട്. അപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സംഘടനകളുടെ പരിപാടികളിലേക്കൊക്കെ ക്ഷണിതാവാകുന്നുണ്ട് വി.ഡി. സതീശൻ. അത് വിവിധ വിഭാഗങ്ങളുടെ പരിപാടികളിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ വി.ഡി. സതീശൻ ആ രീതി എടുത്തത് ശരിയായില്ല എന്നൊരു തോന്നൽ ലീഗിനെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാകില്ലേ? ഇനിയിപ്പോൾ വിവിധ പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്, ഇപ്പോൾ ഇജാമിയ പരിപാടിയാണെങ്കിൽ കഴിഞ്ഞ തവണ ക്ഷണിതാവായിരുന്നത് വി.ഡി. സതീശനാണ്, ഇത്തവണ രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ എല്ലാ തവണയും ഒരാളെ തന്നെ ക്ഷണിക്കണോ? അന്ന് ഇത് അത്ര ചർച്ചയായില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ചർച്ചയാക്കുന്നതും ഈ നേതാക്കൾ തന്നെയാണല്ലോ. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ചർച്ചകൾ ഇതിപ്പോൾ മാധ്യമങ്ങൾ വെറുതെ എടുത്ത് ചർച്ച ചെയ്യുകയല്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ ശ്രീ സണ്ണിക്കുട്ടി. സ്മൃതി, നമ്മൾ രമേശ് ചെന്നിത്തല അടുത്ത UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകണമെന്ന് സ്മൃതിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയല്ല, ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് രമേശ് ചെന്നിത്തല ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നേതാവാണെന്നും മറ്റും പറയരുത്. അദ്ദേഹത്തിന് പണ്ടങ്ങനെ ഒരു അക്കടി പറ്റിയതാണ്. അതായത് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഈ താക്കോൽ സ്ഥാനം ചോദിച്ചപ്പോഴാണ് നല്ല ഒന്നാന്തര പ്യുവർ വൈറ്റ് കോൺഗ്രസ്സുകാരനായ രമേശ് ചെന്നിത്തല ഖദറിനടിയിൽ കാക്കിയാണ് ഇടുന്നതെന്നുള്ളൊരു ആക്ഷേപം വന്നത്. അദ്ദേഹം വർഗീയവാദിയാണെന്നുള്ളൊരു ആക്ഷേപം വന്നത്. അപ്പോൾ ഇപ്പം ഇനി ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാവ് രമേശാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ചാൻസസൊക്കെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുകയുള്ളൂ. പഴയ കേരള രാഷ്ട്രീയമല്ല, പണ്ട് UDFും LDFും മാത്രമായിരുന്ന ഒരു കാലത്തെ രാഷ്ട്രീയമല്ല. ഇപ്പം BJP വളരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ചാപ്പ കുത്തരുതെന്ന് ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സ്മൃതിയോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഈ ജാമിയ നൂരിയ ഒരു ചടങ്ങിന് വിളിക്കുന്നു. നേരത്തെ സതീശനാണ് പോയത്, ഇത്തവണ രമേശിനെ വിളിക്കുന്നു. അതൊരു പക്ഷേ നമ്മുടെ ഈ മുനമ്പം പ്രശ്നത്തിൽ ഒരു നിലപാട് വളരെ ധൈര്യത്തോടു കൂടി ഒരു നിലപാട് എടുത്തതിൻ്റെ പേരിലാണല്ലോ. അതുകൊണ്ടാണല്ലോ സതീശൻ ഈ ചടങ്ങിൽ അല്ലെങ്കിൽ സമസ്തയുടെ ലീഗിൻ്റെ ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതെങ്കിൽ അതിലേക്ക് ക്ഷണിക്കപ്പെടുന്ന രമേശ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് സ്മൃതി, രമേശിന് ഈ മുനമ്പം വിഷയത്തിലുള്ള നിലപാടെന്താ? സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് സതീശനെ ഒഴിവാക്കുന്നു എന്നാണല്ലോ ഒരു വാദം. അപ്പോൾ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്ന രമേശിൻ്റെ ഈ മുനമ്പം പ്രശ്നത്തിലുള്ള നിലപാട് എന്താണെന്നൊന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിപ്പോർട്ടേഴ്സിനോട് ഇനിയും രമേശുമായിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കണം, അത് വഖഫ് ഭൂമിയാണെന്നാണോ അദ്ദേഹം വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ആ ഭൂമി കൈവശം വെച്ച് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ആ ഭൂമിയിന്മേൽ യാതൊരു അവകാശവും അധികാരവും ഇല്ലെന്നാണോ? അപ്പോൾ അതുകൂടെ പറയണമല്ലോ നമ്മൾ ഈ സതീശൻ്റെ ഈ നിലപാടിനെ പറ്റി പറയുമ്പോൾ. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ടത് ഉണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇന്ന്. അതുവരെ ഇവിടുത്തെ CPM പിണറായി വിജയൻ വരൂ സഖി വരൂ എന്നവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നാൽ എന്തും തരാം, BB ആക്കിക്കൊള്ളാം എന്ന് CPM പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പം CPMൻ്റെ നിലപാടെന്താ? ലീഗിനോടുള്ള നിലപാടെന്താ? അല്ലെങ്കിൽ ന്യൂനപക്ഷ സംഘടനകളോടുള്ള നിലപാടെന്താ? ഭൂരിപക്ഷക്കാരുടെ റാലി കഴിഞ്ഞ് എവിടെയാണ് നടത്താൻ പോകുന്നതെന്ന് നടത്തിയെന്ന് പറയുന്നത് കേട്ടു. അവരുടെ നിലപാട് മാറി. ഇപ്പോൾ ലീഗിന് ഉള്ളൊരു ഓപ്ഷൻ, ലീഗിന് ഞാനിത് പറയാൻ കാര്യം സ്മൃതി, പിന്നെ ഇപ്പോൾ നമ്മുടെ ചെക്കുട്ടിയോട് ചോദിച്ച ചോദ്യത്തിൽ ലീഗ് വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഒരു അറ്റാക്കിംഗ് മൂഡിലേക്ക് വരികയാണോ, മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമോ, അല്ലെങ്കിൽ ഡിമാൻഡുകൾ വയ്ക്കുമോ പതിവില്ലാത്ത രീതിയിൽ എന്ന ചോദ്യം വന്നുകൊണ്ടാണ്. ഇപ്പോഴതിന് പറ്റിയൊരു ബാല്യമൊന്നും ലീഗിനില്ല. ലീഗിൻ്റെ ശക്തിയൊന്നും കുറഞ്ഞെന്ന് ഞാൻ പറയത്തില്ല, ലീഗ് അതേപോലെ അതിന് ശക്തിയുണ്ട്. പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, UDF വിട്ടാൽ അവരെ സ്വീകരിക്കാൻ മറ്റൊരു മുന്നണി ഉണ്ടായിരുന്നു. ഇപ്പോഴാ ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത്
നമ്മളിപ്പോ അല്ല, അങ്ങനെ പറയണ്ട. അതൊക്കെ ഏത് സമയം മാറി മറിയാം. ലീഗ് വരില്ല എന്ന് ഉറപ്പിച്ചതോടുകൂടിയാണല്ലോ ലീഗിനെതിരെ തിരിഞ്ഞത് CPIM. അതാ പറഞ്ഞത്. അല്ല അല്ല സ്മൃതി, നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോകരുത് ഇതെപ്പോൾ വേണേലും മാറാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ ഈ മാറിയ നിലപാടിലേക്ക് എത്തിയെന്നുള്ളത് ആലോചിക്കണം. അതായത് ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാർട്ടിയുടെ വിലയിരുത്തലിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൗരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആ കാമ്പയിനിൽ അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിൽ രണ്ടും കൽപ്പിച്ചൊരു നിലപാടെടുത്തത് അവർക്ക് ദോഷമായി എന്ന് CPM-നുള്ളിൽ നടന്ന ചർച്ചയാണത്. അതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് വളരെ ആലോചിച്ച് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വക്താവാരായിരുന്നു പിണറായി വിജയനായിരുന്നു. പക്ഷെ പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുത്ത് ഇപ്പം മറ്റൊരു രാഷ്ട്രീയ ലൈൻ എടുത്തിരിക്കുക. അത് മറക്കരുത്. അത് ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പെട്ടെന്ന് നാളെ അങ്ങ് മാറിപ്പോകുന്നൊന്നുമല്ല. അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. പണ്ട് ലീഗിനെ വേണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. ലീഗ് ഇപ്പോഴും വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമി നന്നായി കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്മൃതി, ഇതൊക്കെ പുറമേക്ക് പറയുന്ന കാര്യങ്ങളാണ്. ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമി കയറിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചു CPM ജയിച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് ഈ മുരളി പറയുന്ന പോലെ, മുരളീധരൻ പറയുന്ന ഒരു ധൈര്യമായിട്ട് പറയാത്തത്? അപ്പോൾ ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷ വോട്ടാണ് വേണ്ടത് സ്മൃതി. കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. CPM-നുള്ളിൽ ഇപ്പോൾ വളരെ താഴെ തട്ടിൽ വളരെ നിശബ്ദമായി നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ജില്ലാ സമ്മേളനങ്ങളൊക്കെ ആയാലും 4-5 സീറ്റ് BJP-ക്ക് കൊടുത്താൽ എന്താ, നമുക്ക് മൂന്നാമത് അധികാരം കിട്ടുന്നതല്ലേ പ്രധാനം. ആ രീതിയിലേക്ക് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലീഗ് ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ നന്നായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. അതാണ് പ്രശ്നം. വലിയ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചില്ല എന്ന്, അതാണ് അവരുടെ പരാതി. അല്ല, അതൊക്കെ പിന്നെ ഷാഫി പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ ആ വണ്ടിയിൽ ലീഗിന് ഇത്ര പ്രതിനിധി ഉണ്ടായുള്ളൂ, അല്ലെ ഇത്ര പേരുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞൊന്നും അല്ല. കേരളത്തിൻ്റെ UDF അധികാരത്തിൽ വരാൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. യാതൊരു സംശയം അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വാക്കൂടെ പറയാം. പണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന 2 ഗ്രൂപ്പുകളാണ്. ആന്റണി കരുണാകരൻ, അല്ലെങ്കിൽ ആന്റണിയും കരുണാകരൻ, അല്ലെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടിയും രമേശ്. അതൊക്കെ പോയി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.